നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിന്റെ ഇരകളോട് കേന്ദ്ര സർക്കാർ അവഗണനയിലും ദുരിതസഹായ നിധിയുടെ കാര്യത്തിൽ കേരളത്തോടുള്ള പക്ഷപാതിത്വത്തിലും രോക്ഷം ആളിക്കത്തുന്നു. 19-ാം തീയതി വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് LDF-ഉം UDF-ഉം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. മണിപ്പൂർ അസം അതിർത്തിയിൽ ഒരു കൈക്കുഞ്ഞുൾപ്പെടെ 2 കുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മണിപ്പൂരിലെ ജിരിബാമിൽ നിന്ന് ഒരു കുടുംബത്തിലെ 6 പേരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണെന്നും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അനിൽ അംബാനിയുടെ റിലയൻസ് പവർ കമ്പനിക്കും അനുബന്ധ സ്ഥാപനമായ റിലയൻസ് NU ബസിനുമെതിരെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർശന നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. വ്യാജ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചതിന് ഈ കമ്പനികൾക്ക് സോളാർ എനർജി കോർപ്പറേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അറിയിക്കാനുള്ളതാണ് നോട്ടീസ്. പെൻഷൻ, ശമ്പളം അടക്കമുള്ള ദൈനംദിന ചെലവുകൾക്കായി കേരളം 1249 കോടി രൂപ കൂടി കടമെടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കടപ്പത്രങ്ങളുടെ ലേലം നവംബർ 19-ന് നടക്കുമെന്ന് റിസർവ് ബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. RBI കോർ ബാങ്കിംഗ് സംവിധാനമായ കുബേര വഴിയാണ് ലേലം. ഇതോടെ നടപ്പു സാമ്പത്തിക വർഷത്തിലെ ഇതുവരെയുള്ള മൊത്തം കടം 29,247 കോടി രൂപയാകും. വാഹന പരിശോധനയ്ക്കിടെ പോലീസോ RTO ഉദ്യോഗസ്ഥരോ ഡ്രൈവിംഗ് ലൈസൻസോ RCയോ ആവശ്യപ്പെട്ടാൽ ഇനി ഒറിജിനൽ കാണിക്കേണ്ടി വരില്ല. ഇവയുടെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ ഉണ്ടായാൽ മതി. ലൈസൻസിന്റെയും RCയുടെയും ഡിജിറ്റൽ കോപ്പി സാധുവായി പരിഗണിക്കും. സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഉത്തരവിട്ടത്. UPയിൽ ആശുപത്രിയിലെ NICU വാർഡിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ മരിച്ചു. ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിഭായ് മെഡിക്കൽ കോളേജിലാണ് അപകടം നടന്നത്. ഓക്സിജൻ കോൺസെൻട്രേറ്ററിലുണ്ടായ തീപിടുത്തമാണ് അപകട കാരണമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.